എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 6ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് യൂണിറ്റ് 5 ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്നുള്ള യൂണിറ്റിലെ ഒരു പ്രോസ് വർക്കാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അതിന് മുമ്പ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആദ്യം മനസ്സിലാക്കണം അല്ലേ. ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഹെൽപ്പ് ചെയ്യുക, ഒരാളെ സഹായിക്കുക. കരങ്ങൾ അല്ലേ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ഹസ്തങ്ങൾ, കരങ്ങളാണ് ഈ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇവിടെ ആദ്യം തന്നിരിക്കുന്നതെന്ന് നോക്കിക്കോളാം. ഒരു 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ആദ്യം നമുക്കത് എന്താണെന്നൊന്ന് നോക്കാം. ഗോ ത്രൂ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ആദ്യം കാണിച്ചിരിക്കുന്ന പിക്ചർ ഒരു വയസ്സായ ആളെ വടിയും പിടിച്ച് നടക്കുന്ന ഒരു മുത്തച്ഛനെ ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നു. അതൊരു ഹെൽപ്പിംഗ് ഹാൻഡ് അല്ലേ? അതെ, ഒരു അവശത അനുഭവിക്കുന്നവർക്ക് നമ്മൾ അവശത ഇല്ലാത്ത ആൾക്കാർ നൽകുന്ന ഒരു സഹായ ഹസ്തം ആണ് നമ്മുടെ ഹെൽപ്പിംഗ് ഹാൻഡ്. പിന്നീട് എന്താ കണ്ടേ, എഴുന്നേറ്റ് നടക്കാൻ കൂടി വയ്യാത്ത ഒരു മുത്തശ്ശൻ അല്ലേ. അപ്പം അദ്ദേഹത്തിനടുത്ത് ഒരു കൊച്ചു പെൺകുട്ടി അദ്ദേഹത്തിന് മരുന്നോ ഭക്ഷണമോ എന്തോ നൽകുന്നു. അത് പിന്നെ ഉള്ളത് ഉണ്ടോ, ഒരു വലിയൊരു കുഴിയിൽ അകപ്പെട്ടു പോയ ഒരു ജീവിയെ മുകളിൽ കയറ്റാനായിട്ട് കാണിക്കുന്ന മനസ്സ്. അപ്പം മനുഷ്യനോട് മാത്രമുള്ള കരുണയല്ല നമ്മൾ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്നത് അല്ലേ, സഹജീവികളോട് എന്നുള്ളതാണ്. ഏതൊരു ജീവിയോടും കാണിക്കുന്ന കരുണ. പിന്നെന്താണ്, ആക്സിഡൻറ്റ് പറ്റി ഒരാൾ ദാ കിടക്കുന്നു, അയാൾക്ക് എന്തോ ചെയ്യുന്നു, അയാളുടെ മൊബൈലിൽ ഇതാണ്ടേ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. അതെന്താണ്, ഹെൽപ്പിംഗ് ഹാൻഡ് ആണോ എന്നുള്ളത് നോക്കുക. ഇനി തന്നിരിക്കുന്ന നോക്കിക്കോളുക. ലിറ്റിൽ ഡീഡ്സ് ഓഫ് കൈൻഡ്നസ്, ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ് മേക്ക് അവർ എർത്ത് ആൻഡ് ഏതൻ ലൈക്ക് ദി ഹെവൻ അബവ്. എന്താണ് ലിറ്റിൽ ഡീഡ്സ് ഓഫ് കൈൻഡ്നസ്? കൈൻഡ്നസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കരുണ, നമ്മുടെ ദയോടുള്ള ഏതെങ്കിലും ചെറിയ പ്രവർത്തികൾ. ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ്, സ്നേഹത്തോടെയുള്ള ചില വാക്കുകൾ. അതാണ് എന്ത്? മേക്ക് അവർ എർത്ത് ആൻഡ് ഏതൻ. അത് എന്താക്കി മാറ്റും? നമ്മളുടെ ഈ ഒരു എർത്തിനെ ഏതനാക്കി മാറ്റും. ലൈക്ക് ദി ഹെവൻ അബവ്. ഏതൻ കേട്ടിട്ടില്ലേ? സ്വർഗത്തിലെ ഏതൻ തോട്ടം. നമ്മളുടെ ഭൂമി എന്തായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഏതൻ തോട്ടം എന്തായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. കാര്യം ഇതൊരു വലിയ പാഠമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിൽക്കില്ല. ഈ വീഡിയോയിൽ നമുക്കെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതൻ തോട്ടം എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇനി ലൈക്ക് ദ ഹെവൻ അബവ്, സ്വർഗത്തെ പോലെയാകും നമ്മളുടെ ഭൂമി. എന്താണ്? കുറച്ച് സ്നേഹത്തോടെയുള്ള പ്രവൃത്തിയും സ്നേഹത്തോടെയുള്ള സംസാരവും കരുണയുള്ള പ്രവൃത്തിയും ഒക്കെ കാണിക്കുമ്പോൾ നമ്മുടെ ഭൂമിയും എന്തുപോലെയാകും? സ്വർഗതുല്യമാകുമെന്ന് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഓഫ് ദ പിക്ചേഴ്സ് ഗിവൺ അബവ് ആർ റിലേറ്റഡ് ടു ഡീഡ്സ് ഓഫ് കൈൻഡ്നസ്? ഇനി ഈ 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ കരുണയുള്ള പ്രവർത്തികൾ ഏതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത് എന്ന് ആദ്യം നിങ്ങൾ എഴുതുക. പിക്ക് ആ ടിക്ക് മാർക്ക് അഗൻസ്റ്റ് ദോസ് പിക്ചേഴ്സ് ഇൻ ദ ബോക്സസ് പ്രൊവൈഡഡ്. ഇനി കരുണയുള്ള പിക്ചേഴ്സ് ഇല്ലേ, നമ്മൾ കണ്ടായിരുന്നല്ലോ. റോഡ് ക്രോസ് ചെയ്യുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, കുഴിയിൽ വീണ ജീവിയെ കരകയറ്റുന്നത്, ഇതൊക്കെ കരുണയുള്ള പ്രവർത്തികളാണ്. അതിന് നമുക്ക് ടിക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് കിടക്കുന്നത്, ഒരു അപകടം പറ്റിയ ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് പകരം അതിൻ്റെ ഫോട്ടോയും വീഡിയോ എടുക്കുന്നത് കരുണയുള്ള പ്രവൃത്തിയാണോ? അല്ല, അവിടെ നമ്മൾ ടിക്ക് ഇടേണ്ട ആവശ്യം ഇല്ല. ഇനി നോക്കിക്കൊള്ളുക, ദി ചാമ്പ് എന്താന്ന് നോക്കിക്കൊള്ളുക. We rarely do come across people who are willing to help others. Such people can change the world with their love and care. Here is an interesting story of a village girl. Let us read and see how her timely action helps someone in need. ഒന്നുകൂടി ഞാൻ പറയാം. വി റെയർലി ഡു കം അക്രോസ് പീപ്പിൾ ഹു ആർ വില്ലിംഗ് ടു ഹെൽപ്പ് അതേഴ്സ് അല്ലേ. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ എപ്പോഴും കാണുമോ? വല്ലപ്പോഴും, അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരെ അങ്ങനെയുള്ളവർ ഉണ്ടാകും. സച്ച് പീപ്പിൾ ക്യാൻ ചേഞ്ച് ദ വേൾഡ് വിത്ത് ദ ലവ് ആൻഡ് കെയർ. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഭൂമിയെ അവരുടെ സ്നേഹവും കരുതലും കൊണ്ട് മാറ്റാൻ സാധിക്കും. ഹിയർ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഓഫ് എ വില്ലേജ് ഗേൾ. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി നിങ്ങൾക്ക് തരുക. ആരുടെ? ഒരു വില്ലേജ് ഗേൾ, ഒരു ഗ്രാമത്തിൽ ജനിച്ച പെൺകുട്ടി. ലെറ്റ് us റീഡ് ആൻഡ് സീ ഹൗ her timely action helps someone in need. അവളുടെ കറക്റ്റ് സമയത്തുണ്ടായ, അല്ലെങ്കിൽ സമയോചിതമായ പ്രവൃത്തി മറ്റൊരാളെ എങ്ങനെയാണ് ആപത്തിൽ രക്ഷപ്പെടുത്തിയത്, അല്ലെങ്കിൽ അയാളുടെ ആവശ്യത്തിൽ, അയാളുടെ അപകടഘട്ടത്തിൽ എങ്ങനെ സഹായിച്ചു എന്നുള്ളത് നോക്കിക്കൊള്ളാം.
ഇത് ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്? ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത് ഗിരിജ റാണി അസ്താന എന്ന് പറയുന്ന റൈറ്ററാണ്. ആൻ ഇന്ത്യൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ഇപ്പോൾ ഇന്ത്യയുടെ പശ്ചാത്തലത്തിലായത് എഴുതിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ, ഈ ഉത്തർപ്രദേശും ഡൽഹിയും ഒക്കെ ഇന്ത്യയിലാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ ചിൽഡ്രൻ ഫോർ ദ പാസ്റ്റ് 25 years. 25 വർഷമായി കുട്ടികൾക്ക് വേണ്ടി കഥ എഴുതുന്ന ഒരു റൈറ്ററാണ് നമ്മുടെ ഗിരിജ റാണി അസ്താന. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെ ലാംഗ്വേജിലാണ്? ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. സ്റ്റാർട്ടിങ് എന്താണ്? ടു ദി സ്വിമ്മിംഗ് പൂൾ എന്നുള്ളതാണ് സ്റ്റാർട്ടിങ്. എന്താണ്? യു സ്വിം ഫ്രീ സ്റ്റൈൽ ആസ് രഞ്ജിത്ത്, ഓർ ബാക്ക് സ്ട്രോക്ക് എൻക്വയർഡ് അമാൻ, ഓർ ബട്ടർഫ്ലൈ ക്വസ്റ്റ്യൻ രഞ്ജിത്ത്, ഓർ ബ്രസ്റ്റ് സ്ട്രോക്ക് അമാൻ കൊയേർഡ്. ഈ തന്നിരിക്കുന്നതൊക്കെ വളരെ റെയറായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന കുറേ വാക്കുകൾ അല്ലേ, സ്വിമ്മിങ്ങിനെ പറ്റി കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. നമുക്കതൊന്നും അത്ര ഫെമിലിയർ അല്ല. ബട്ടർഫ്ലൈ എന്ന് പറയുന്നതും ബാക്ക് സ്ട്രോക്ക് എന്ന് പറയുന്നതും ബ്രസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നതും ഒക്കെ എന്തുവാണെന്ന് അറിയാമോ? നീന്തലിൻ്റെ ഓരോ വശങ്ങൾ, ഓരോ തരത്തിൽ നമ്മൾ നീന്തില്ലേ, അതിൻ്റെ ഓരോ രീതികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയോ പരസ്പരം നീന്തലിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണെന്ന് നോക്കിക്കോ. എന്താണ്? ഫ്രീ സ്റ്റൈൽ നീന്തൽ അറിയാമോ എന്നാണ് ആദ്യമേ ചോദിക്കുന്നത്. ആരാ ചോദിക്കുന്നത്? രഞ്ജിത്ത്. യോ സ്വിം ഫ്രീ സ്റ്റൈൽ, നീ ഫ്രീ സ്റ്റൈലായിട്ട് നീന്തുമോ? അതൊരു രീതിയാണ്, അങ്ങനെ ചോദിക്കുന്നു. പിന്നെ എന്താണ്? ബാക്ക് എൻക്വയർഡ് അമാൻ, അമാൻ എന്താണ് എൻക്വയർ ചെയ്യുന്നത്? ഓർ ബാക്ക് സ്ട്രോക്ക്, ബാക്ക് സ്ട്രോക്കിൽ നീ നീന്തുമോ? ബട്ടർഫ്ലൈ, രഞ്ജിത്ത് വീണ്ടും ചോദിക്കുക, ക്വസ്റ്റ്യൻ രഞ്ജിത്ത്. ബട്ടർഫ്ലൈ, ഇതൊക്കെ നീന്തലിൻ്റെ പല രീതികളാണ് കേട്ടോ. ഓർ ബ്രസ്റ്റ് സ്ട്രോക്ക്, അല്ലെങ്കിൽ ബ്രസ്റ്റ് സ്ട്രോക്ക് നീ നീന്തുമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ഇതിനെല്ലാം ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്കും ഒരാൾ ആൻസർ പറയാം. അപ്പം അയാളടുത്ത് എത്ര പേര് ചോദിച്ചു? രഞ്ജിത്തും അമാനും 2 പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് ആരാണ് അതിൻ്റെയൊക്കെ മറുപടി പറയുന്നത്? നോ, ഐ ഡോണ്ട് നോ എനി ഓഫ് ദിസ്, ഐ ജസ്റ്റ് സ്വിം, റിപ്ലൈഡ് രാധ നെർവസ്ലി. അപ്പം രാധയോടാണ് ഇതൊക്കെ ചോദിച്ചത്. രാധ, നീ ഇങ്ങനെ നീന്തുമോ ഇങ്ങനെ നീന്തുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം രാധ എന്താ മറുപടി പറയുന്നത്? ഇല്ലില്ല, എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ വെറുതെ നീന്തും, അത്രയേ ഉള്ളൂ എന്ന് പറയുന്നു. എങ്ങനെയാ പറയുന്നത്? നെർവസ്ലി, പേടിച്ചാ പറയുന്നത് അല്ലേ. ഇറ്റ് മീൻസ് യു ക്യാൻ ജസ്റ്റ് ഫ്ലോട്ട് ഓർ ക്രോൾ, നോട്ട് സ്വിം പ്രോപ്പർലി, രഞ്ജിത്ത് സെഡ് ഇൻ എ കണ്ടസെൻഡിങ് മാനർ. എന്താണ്? ഇറ്റ് മീൻസ് യു ക്യാൻ ജസ്റ്റ് ഫ്ലോട്ട് ഓർ ക്രോൾ. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? നിനക്ക് വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാനും കയ്യും കാലും ഇട്ട് അടിക്കാനും ഒക്കെ അറിയത്തുള്ളൂ. നോട്ട് സ്വിം പ്രോപ്പർലി, അല്ലാതെ കറക്റ്റ് ആ ഒരു രീതിയിൽ നീന്താനൊന്നും നിനക്ക് അറിഞ്ഞുകൂടാ. എന്താ ചെയ്യാനേ അറിയാവൂ നിനക്ക്? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനും കയ്യും കാലോട്ട് അടിക്കാനേ അറിയത്തുള്ളൂ എന്നും പറഞ്ഞ് എന്ത് ചെയ്യുക? രഞ്ജിത്ത് സേർഡ് ഇൻ എ കണ്ടസെൻഡിങ് മാനർ, ഒരു ദാക്ഷിണ്യമില്ലാത്ത രീതിയിലാണ് ആ കുട്ടി അങ്ങനെ സംസാരിച്ചത്. ഒരു ദയയില്ലാത്ത രീതിയിലാണ് ആ കുട്ടി അങ്ങനെ അങ്ങ് പറഞ്ഞത്. നോ മൈ ഡിയർ രഞ്ജിത്ത്, ഷീ ക്യാൻ സ്വിം ആൻഡ് സ്വിം വെരി വെൽ. അപ്പോൾ ആരോ പറയുക, എന്താ? ഓ അങ്ങനല്ല രഞ്ജിത്തെ, അവൾക്ക് നല്ല രീതിയിൽ നീന്താനായിട്ട് അറിയാം. ഡോണ്ട് ഫൊർഗെറ്റ് ദാറ്റ് ഷീ ലിവ്സ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ സരയൂ. അപ്പം നീ മറക്കണ്ട, അവൾ സരയൂ നദി, അതൊരു നദിയാണ്, സരയൂ നദിയുടെ തീരത്താണ് അവൾ ജീവിക്കുന്നതെന്ന് നീ മറക്കണ്ട. ഷീ ലേൺ സ്വിമ്മിങ് ഈവൻ ബിഫോർ ഷീ കുഡ് വോക്ക്. നടക്കാൻ പഠിക്കുന്നതിന് മുമ്പേ അവൾ എന്ത് പഠിച്ചിട്ടുണ്ട്? നീന്തൽ പഠിച്ചിട്ടുണ്ട്, അത് നീ മറക്കണ്ട. സെഡ് രാധാസ് ഓണ്ട് ഹു ഹാഡ് കം ടു ദ ഡ്രോയിങ് റൂം വെൻ ഷീ ഹേർഡ് ദിസ് ഇൻക്വിസിഷൻ ഓഫ് ഹർ നീസ് ബൈ ഹെർ സൺസ്. അപ്പം ആരോ പുതിയൊരു കഥാപാത്രം വരുന്നു. ആരാണ്? രാധയുടെ ആൻറ്റി. ആൻറ്റി എന്താ പറയുന്നത്? നടക്കാൻ പഠിക്കുന്നതിന് മുമ്പേ നീന്തൽ പഠിച്ചവളാണ് രാധ, അത് നീ മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആര് കയറി വരുന്നു? നമ്മുടെ രാധയുടെ ആൻറ്റി വരുന്നു. എന്താ അവർ കേട്ടോണ്ടാ പറയുന്നത്? ഷീ ഹേർഡ് ദിസ് ഇൻക്വിസിഷൻ ഓഫ് ഹർ നീസ് ബൈ ഹർ സൺസ്. അപ്പം അവരുടെ മക്കളാണ് അവളടുത്ത് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവരുടെ ഈ ചോദ്യം ചെയ്യലൊക്കെ കേട്ടിട്ട് നമ്മുടെ രാധയുടെ ആൻറ്റി, അതായത് നേരത്തെ പറഞ്ഞ അമലിൻ്റെ രഞ്ജിത്തിൻ്റെയൊക്കെ അമ്മ, ഇങ്ങനെ നേരത്തെ പറഞ്ഞ അമാൻ്റെ രഞ്ജിത്തിൻ്റെയൊക്കെ അമ്മ അകത്തേക്ക് ഡ്രോയിങ് റൂമിലേക്ക് കയറി വരികയാണ്. യു ബെറ്റർ ടേക്ക് ഹർ വിത്ത് യു ടു ദ ക്ലബ് ഷീ ഓർഡേർഡ്. എന്താ പറയുക? നിങ്ങൾ എന്ത് ചെയ്യുക? ഇവളെയും കൂടെ ക്ലബിലേക്ക് കൊണ്ടുപോവുക എന്ന് ഓർഡർ ചെയ്യുന്നു. The boys didn't say anything. It was clear that they didn't want to take their cousin from a small town to the club where they were going with their friends. അവരൊന്നും മിണ്ടിയില്ല. പക്ഷെ ക്ലിയർ ആയിട്ടൊരു കാര്യം മനസ്സിലായി. എന്താണ്?
അവർ എന്താണ് ഇതുപോലെ ഗ്രാമത്തിൽ വളർന്ന ഒരു കുട്ടികളായിരിക്കില്ല. അപ്പം അവർക്ക് എന്താഗ്രഹമില്ല, ഇതുപോലൊരു സ്മോൾ ടൗണിലുള്ള ഒരു കസിനെ, അല്ലെങ്കിൽ കസിൻ എന്ന് പറഞ്ഞാൽ ആരാ, നമ്മളുടെ അങ്കിളിൻ്റെ ആൻറ്റിയുടെ ഒക്കെ മക്കളില്ലേ, അതൊക്കെ നമ്മളെ കസിൻസ് ആണ്. അങ്ങനെ ഒരു കസിനെ എന്ത് ചെയ്യാൻ താല്പര്യമില്ല, ഇതുപോലൊരു നല്ല ക്ലബ്ബിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോകുന്ന ഒരു ക്ലബ്ബിലേക്ക് ഇതുപോലൊരു സ്മോൾ ടൗണിൽ വളർന്ന ഒരു കുട്ടിയെ കൊണ്ടുപോകുന്നതിന് അവർക്കൊട്ടും താല്പര്യം ഇല്ല. But they didn't dare to disobey their mother either. പക്ഷേ അമ്മ അനുസരിച്ചല്ലേ പറ്റൂ, അമ്മ പറയുന്നത് കേൾക്കാതിരിക്കാനും അവർക്ക് സാധിച്ചില്ല. They thought hard to come up with some excuse. Suddenly a man said, "Okay Radha, pack your swimming costume and come." And he winked at Ranjit. അപ്പോൾ എന്താണ് അവർ ചിന്തിച്ചത്? They thought hard to come up with some excuse. എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ്, നമ്മൾ എന്തെങ്കിലും ഓരോ കഴിവൊക്കെ പറയില്ലേ, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, അവരെ കൂടെ കൊണ്ടുപോകുന്നതിൽ നിന്നും ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നാണ് അവർ ചിന്തിച്ചത്. പെട്ടെന്ന് നമ്മൾ അമാൻ എന്താ ചാടി പേര് പറഞ്ഞത്? ഓക്കെ രാധ, പാക്ക് യുവർ സ്വിമ്മിങ് കോസ്റ്റ്യൂം ആൻഡ് കം. ഇനിയിപ്പോൾ എന്താ രാധ, എങ്കിൽ ശരി, നീ എന്ത് ചെയ്യുക, നിൻ്റെ സ്വിമ്മിങ് കോസ്റ്റ്യൂം, സ്വിമ്മിങ്ങിൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ, സ്വിം സ്യൂട്ട് ഇല്ലേ, നമ്മൾ സ്വിം ചെയ്യാനായിട്ടില്ല തൊപ്പിയും അതുപോലത്തെ ഡ്രസ്സും കണ്ടിട്ടില്ലേ, ഗ്ലാസ്, ചെവിയിൽ വെള്ളം കയറാതിരിക്കുന്ന അങ്ങനെയൊക്കെ ഓരോന്ന് വയ്ക്കില്ലേ, നിങ്ങൾക്കത് അറിയാമോ, കണ്ടിട്ടുണ്ടോ അത്? അപ്പം അങ്ങനെയുള്ള സ്വിമ്മിങ്ങിൻ്റെ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നീ ഇങ്ങോട്ട് വാ എന്ന് ആര് പറയുന്നു? നമ്മുടെ അമാൻ പറയുന്നു. ആൻഡ് ഹി വിങ്ക്ഡ് അറ്റ് രഞ്ജിത്ത്. എന്നിട്ട് രഞ്ജിത്തിന് നേരെ എന്ത് ചെയ്തു? വിങ്ക് ചെയ്തു. എന്താ വിങ്ക് ചെയ്യുക? കണ്ണിറുക്കി കാണിച്ചു. സ്വിമ്മിങ് കോസ്റ്റ്യൂം, ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി. സ്വിമ്മിങ് കോസ്റ്റ്യൂമോ? എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല. ബാക്ക് ഹോം ഐ സ്വിം ഇൻ മൈ സൽവാർ കുർത്ത, രാധ സെഡ് ഇന്നസെൻ്റ്ലി. രാധ എന്താ പറയുന്നത്? എൻ്റെ നാട്ടിൽ ഞാൻ എൻ്റെ കുർത്ത ഇട്ടിട്ടാണ് സ്വിമ്മ് ചെയ്യാറ്. എങ്ങനെ രാധ അത് പറഞ്ഞത്? രാധ സെഡ് ഇന്നസെൻ്റ്ലി, വളരെ നിഷ്കളങ്കമായാണ് രാധ അത് പറഞ്ഞത്. But you can't swim in your salwar kurta in the club swimming pool, a man said and looked triumphantly at Ranjit. പക്ഷേ നമ്മുടെ അമാൻ എന്താ പറയുന്നത്? നിന്റെ കുർത്തയൊന്നും ഇട്ടുകൊണ്ട് ഞങ്ങളുടെ സ്വിമ്മിങ് ക്ലബിലൊന്നും വന്ന് നീന്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമാൻ വിജയഭാവത്തോടു കൂടി രഞ്ജിത്തിനെ ഒന്ന് നോക്കി. അവൻ്റെ ഐഡിയ ഫലിച്ചില്ലേ? അങ്ങനെ നോക്കി. Just then they heard cycle bells ringing outside, indicating that their friends had arrived and they rushed out. ആ പെട്ടെന്ന് വീടിൻ്റെ വെളിയിൽ സൈക്കിൾ ബെൽസ്, കൂട്ടുകാരൊക്കെ വന്നു, അവരൊക്കെ വന്ന് സൈക്കിളിൻ്റെ ബെല്ലടിക്കുന്നു. അപ്പോഴേക്കും ഇവരിവിടെ ഇറങ്ങി ഒറ്റ കുതിപ്പിനങ്ങ് പോകുന്നു, റഷ് ചെയ്ത് പോകുന്നു. രാധ watched them going. She saw her aunt running after the boys with a frown. രാധ watched them going. രാധ അതാരാണ്? അവിടെ കസിനാണ്. രാധ എന്ത് കണ്ടു? അവർ പോകുന്നത് കണ്ടു. She saw her aunt running after the boys with a frown. അപ്പോഴവൾ എന്തും കണ്ടു? അവളുടെ ആൻറ്റി, അവരെ മക്കൾ സൈക്കിളിൽ പോകുന്നില്ല, അവരെ പിറക്കെ മുഖവും ദേഷിച്ച് അവരെ പിറവിന് ഇങ്ങനെ പോകുന്നത് കണ്ടു. ഓ ഡോണ്ട് ബോദർ അബൌട്ട് മീ ഓണ്ട്. കുട്ടി എന്താ പറഞ്ഞത്? അയ്യോ എന്നെ കാര്യം ഓർത്ത് ആൻറ്റി വിഷമിക്കണ്ട. ഐ ആം നോട്ട് കീൻ ടു ഗോ. എനിക്ക് പോകണമെന്ന് നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. ഐ വുഡ് റാദർ വാച്ച് ടി വി വിത്ത് യു. ഞാൻ ആൻറ്റിയുടെ കൂടെ ഇരുന്ന് ടി വി കണ്ടോളാം. രാധ സെഡ് വിത്ത് എ ഹോളോ ലാഫ്റ്റർ. രാധ എന്താ ഒരു കള്ളച്ചിരി, വളരെ പൊള്ളയായ ഒരു ചിരിയോടുകൂടി പറഞ്ഞു. അടുത്ത നോക്കിക്കോളുക, എ വില്ലേജ് ഗേൾ. ഒരു ഗ്രാമത്തിലെ പെൺകുട്ടി. രാധ റെസ്റ്റഡ് ഹെർ ഹെഡ് ഓൺ ദ ബാക്ക് ഓഫ് ദി സോഫ ഓൺ വിച്ച് ഷീ വാസ് സിറ്റിംഗ് ആൻഡ് ക്ലോസ്ഡ് ഹെർ ഐസ്. She had lied when she told her aunt that she was not keen to go. Actually, she was very keen. She loved swimming, and back in her small hill town in the middle of Moon Hills in UP, she swam in the small river almost every day. ഇനി നമ്മുടെ രാധയെ പറ്റി പറയുകയാണല്ലേ. എന്താണ്? രാധ റെസ്റ്റഡ് ഹെർ ഹെഡ് ഓൺ ദ ബാക്ക് ഓഫ് ദി സോഫ ഓൺ വിച്ച് ഷീ വാസ് സിറ്റിംഗ് ആൻഡ് ക്ലോസ്ഡ് ഹെർ ഐസ്. ഇനി രാധ എവിടെ ഇരിക്കുവാണ്? നമ്മുടെ ഡ്രോയിങ് റൂമിൽ ഒരു സോഫയിലിരിക്കുക അല്ലേ. സോഫയുടെ പിറകിലേക്ക് ഇങ്ങനെ തലയൊക്കെ വെച്ച് രാധ കണ്ണുകൾ അടച്ചിങ്ങനെ എന്ത് ചെയ്യാണ്? തല ഇങ്ങനെ ചരിച്ച് കണ്ണുകൾ അടച്ച് കിടന്നു.
ഷീ ഹാഡ് ലൈഡ് വെൻ ഷീ ടോൾഡ് ഹെർ ഓൺ ദാറ്റ് ഷീ വാസ് നോട്ട് കീൻ ടു ഗോ. അപ്പം അവൾക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞില്ലേ, അത് അവൾ അവളുടെ ആൻറ്റിയോട് നുണ പറഞ്ഞത് ആയിരുന്നു. ആക്ച്വലി ഷീ വാസ് വെരി കീൻ. ശരിക്കും അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പോകാൻ. ഷീ ലവ്ഡ് സ്വിമ്മിങ്. അവൾക്ക് നീന്തൽ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ബാക്ക് ഇൻ ഹർ സ്മോൾ ഹിൽ ടൗൺ. ഇനി അവളുടെ നാടില്ലേ, അതൊരു ചെറിയ കുന്നും പ്രദേശമാണ്. അവിടെ ഇൻ ദ മിഡിൽ ഓഫ് കുമയൂൺ ഹിൽസ്, നമ്മൾ കുമയൂൺ ഹിൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, എവിടെയാണ്? ഉത്തർപ്രദേശിൽ. അതിൻ്റെ താഴെയാണ് ഇവളുടെ ഗ്രാമം. അവിടെ ഇൻ യു പി, എവിടെ? ഉത്തർപ്രദേശ്. ഷീ സോം ഇൻ ദ സ്മോൾ റിവർ ഓൾമോസ്റ്റ് എവറി ഡേ. അവൾ ആ കൊച്ചു നഗരത്തിൽ അല്ലെങ്കിൽ കൊച്ചു പുഴയിൽ എല്ലാ ദിവസവും നീന്താറുണ്ടായിരുന്നു. അത്രത്തോളം ഒക്കെ എന്തിഷ്ടമാണ്? സ്വിമ്മിങ് അല്ലെങ്കിൽ നീന്തൽ ഭയങ്കര ഇഷ്ടമാണ്. രാധ വാസ് വെരി എക്സൈറ്റഡ് വെൻ ആഫ്റ്റർ ഹർ ക്ലാസ് 8 exams she got her aunt's invitation to spend her summer vacation with her in Delhi. അപ്പോൾ രാധ എവിടെയാണ്? ഡൽഹിയിലാണ്. അപ്പം എന്താ നോക്കാം. രാധ വാസ് വെരി എക്സൈറ്റഡ്. രാധയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എപ്പോൾ? വെൻ ആഫ്റ്റർ ഹർ ക്ലാസ് 8 എക്സാംസ്. ക്ലാസ് 8ൻ്റെ എക്സാംസിന് ശേഷം ഷീ ഗോട്ട് ഹർ ഓൺസ് ഇൻവിറ്റേഷൻ. അവൾക്ക് എന്ത് കിട്ടി? ആൻറ്റിയുടെ ക്ഷണക്കത്ത് കിട്ടി. എങ്ങോട്ട് പോകാനാ? ടു സ്പെൻഡ് ഹർ സമ്മർ വെക്കേഷൻ വിത്ത് ഹർ ഇൻ ഡൽഹി. അപ്പം ആൻറ്റിയുടെ കൂടെ സമ്മർ വെക്കേഷൻ ഡൽഹിയിൽ ആഘോഷിക്കാം എന്നും പറഞ്ഞൊരു ലെറ്റർ വന്നപ്പോൾ രാധയ്ക്ക് ഭയങ്കര ഇഷ്ടമായി, സന്തോഷമായി. ഷി ഹാഡ് നെവർ ബീൻ ഔട്ട് ഓഫ് ഹർ സ്മോൾ ടൗൺ ആൻഡ് ഈഗർലി ലുക്ക്ഡ് ഫോർവേഡ് ടു ഹർ വിസിറ്റ് ടു ദ ഓൺസ് പ്ലേസ്. അപ്പം അവൾ എങ്ങും പോയിട്ടില്ലല്ലേ. ഷീ ഹാഡ് നെവർ ബീൻ ഔട്ട് ഓഫ് ഹർ സ്മോൾ ടൗൺ. അവളുടെ ആ ഒരു കൊച്ചു ഗ്രാമത്തിന് പുറത്ത് എവിടെയും അവൾ പോയിട്ടില്ല. ആൻഡ് ഈഗർലി ലുക്ക്ഡ് ഫോർവേഡ് ടു ഹർ വിസിറ്റ് ടു ആൻസ് പ്ലേസ്. വളരെ ആകാംക്ഷയോടുകൂടി അവൾ കാത്തിരിക്കുകയായിരുന്നു എങ്ങോട്ട് പോകാനായിട്ട്? ഡൽഹിയിൽ ആൻറ്റിയുടെ സ്ഥലത്തേക്ക് പോകാനായിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് അവൾ കാത്തിരിക്കുകയായിരുന്നു. ബട്ട് വിത്തിൻ എ വീക്ക് ഓഫ് ഹർ അറൈവൽ ഷീ വാസ് തറലി ഡിസ്എൻചാന്റഡ് വിത്ത് ഡൽഹി ആൻഡ് ഫെൽറ്റ് ലോൺലി. പക്ഷേ ഏകദേശം ഒരു ആഴ്ചയോളം അവൾ അവിടെ താമസിച്ചപ്പോഴേക്കും അവൾക്ക് ഭയങ്കരമായ നിരാശയാണ് തോന്നിയത്. അതുപോലെ ഒറ്റപ്പെടലും അവൾക്ക് തോന്നി. നോട്ട് ദാറ്റ് ഹർ കസിൻസ് രഞ്ജിത്ത്, a year older than a man of her age, were rude to her, but the companionship which she looked forward to was missing. ഇനി കസിൻസിന്റെ പ്രായമാണ് പറയുന്നത്. ആരാ ആദ്യം പറയുന്നത്? അമാൻ. അമാൻ നമ്മുടെ രാധയുടെ അതേ പ്രായവുമാണ്. അതുപോലെ തന്നെ അവരെക്കാളും 1 വയസ്സ് കൂടുതലാണ് ആർക്ക്? രഞ്ജിത്തും. ഇവർ രണ്ടുപേരും എങ്ങനെ അവളോട് പെരുമാറിയത്? വളരെ ക്രൂവലായിട്ടാണ് അവളുടെ അടുത്ത് പെരുമാറിയത്. വളരെ വളരെ റൂഡായിരുന്നു. ഭയങ്കര എന്താണ്, നമ്മൾ മുരട്ട് സ്വഭാവം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സ്വഭാവമായിരുന്നു അവളോട്. അതുപോലെ തന്നെ അവരുടെ കമ്പാനിയൻഷിപ്പ്, അവൾ എന്താഗ്രഹിച്ചാൽ വന്നേ? കൂട്ടൊക്കെ കിട്ടുമല്ലോ, 2 കസിൻസുമായിട്ട് വളരെ കൂട്ടുകൂടി അടിച്ച് പൊളിക്കാം എന്ന് പറഞ്ഞ് പോയ കൊച്ചാ. അപ്പോൾ അവരൊന്നും അവളോട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതൊക്കെ അവൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അവൾ ആഗ്രഹിച്ച് വന്നതൊന്നും അവൾക്ക് കിട്ടിയില്ല. ഹർ സിറ്റി കസിൻസ് ആൻഡ് ഷീ വിത്ത് ഹർ സ്മോൾ ടൗൺ ബാക്ക്ഗ്രൗണ്ട് വെയർ പോൾസ് അപ്പാർട്ട്. ഇവള് ഗ്രാമത്തിലെ കുട്ടിയാണ്, അവളുടെ കസിൻസോ സിറ്റിയിലുള്ള കുട്ടികളാണ്. അപ്പോൾ സിറ്റിയിലെ അവളുടെ കൂട്ടുകാരും അതുപോലെ തന്നെ അതാരാ? അവളുടെ കസിൻസാണ്. സിറ്റിയിലെ അവളുടെ കസിൻസും അതുപോലെ ഗ്രാമത്തിലെ ഇവളുടെ ആ ഒരു രീതിയും തമ്മിൽ ധ്രുവങ്ങളുടെ വ്യത്യാസമാണ്. ഒരു അങ്ങേയറ്റോ ഇങ്ങേയറ്റോ, രണ്ടും 2 എക്സ്ട്രീമാണ്. മനസ്സിലായോ? അവളുടെ സ്വഭാവത്തിൻ്റെ ഓപ്പോസിറ്റാണ് അവളുടെ കസിൻസിൻ്റെ ക്യാരക്ടർ. ഷീ ഹാഡ് നത്തിങ് ഇൻ കോമൺ വിത്ത് ദം. അവരുടെ സ്വഭാവവുമായിട്ട് അവർക്ക് മാച്ച് ചെയ്യുന്ന ഒന്നുമില്ല. കോമൺ ആയിട്ട് അവർക്ക് ഒരു സ്വഭാവമില്ല, രണ്ടും 2 സ്വഭാവം. ദേ ആൻഡ് ദെയർ ഫ്രണ്ട്സ് ടോക്ക്ഡ് അബൌട്ട് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് വീഡിയോ ഗെയിംസ്. അവരും അവരുടെ ഫ്രണ്ട്സും ഒക്കെ കമ്പ്യൂട്ടറിനെ പറ്റിയും വീഡിയോ ഗെയിമിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. ലിസൺ ടു പോപ്പ് മ്യൂസിക് ആൻഡ് വാച്ച് ദ വെസ്റ്റേൺ ഫിലിംസ്. ഇനി അവരെന്തോ കാണുന്ന? പോപ്പ് മ്യൂസിക്. കണ്ടിട്ടില്ല ഇംഗ്ലീഷ് പോപ്പ് മ്യൂസിക് ഒക്കെ? അതുപോലെ തന്നെ വെസ്റ്റേൺ ഫിലിംസ്, ഇംഗ്ലീഷ് മൂവീസൊക്കെയാണ് അവർ കൂടുതലും കാണുന്നത്. ആൻഡ് ഷീ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് എനി ഓഫ് ദീസ് തിങ്സ്. ഇതൊന്നും ആർക്ക് മനസ്സിലാവുന്നില്ല? നമ്മളുടെ രാധയ്ക്ക് മനസ്സിലാവുന്നില്ല. ഷീ ഫെൽറ്റ് ലോസ്റ്റ് എമംഗ് ദം ആൻഡ് ദസ് കെപ്റ്റ് മോസ്റ്റ്ലി ടു ഹെർസെൽഫ്. ഷീ ഫെൽറ്റ് ലോസ്റ്റ് എമംഗ് ദം. അവർക്കിടയിൽ അവൾക്ക് എന്തോ ഒരു ഏകാന്തതയാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? ആൻഡ് ദസ് കെപ്റ്റ് മോസ്റ്റ്ലി ടു ഹെർസെൽഫ്. അവൾ സ്വന്തമായി തന്നിലേക്ക് അങ്ങ് ഒതുങ്ങി. ആരുടെ കമ്പാനിയൻഷിപ്പും വേണ്ട, ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ, എൻ്റെ ലോകം, അങ്ങനെ അവൾ അങ്ങ് ഒതുങ്ങി. But when she heard that her cousins were going for swimming, she thought she would also go with them as she knew swimming well.
പക്ഷേ അവരുടെ കസിൻസ് സ്വിമ്മിങ്ങിന് നീന്തലിന് വേണ്ടി പോന്നു എന്ന് കേട്ടപ്പോൾ അവൾക്കൊരു സന്തോഷമായി. എന്താ, എന്നെയും കൂടെ കൊണ്ടുപോകും. കാര്യം എന്താ, എനിക്ക് നന്നായിട്ട് നീന്തൽ അറിയാമല്ലോ, അപ്പോൾ എന്നെ അതിന് കൊണ്ടുപോകുമായിരിക്കുമെന്ന് അവൾ കരുതി. ബട്ട് അലാസ്, പക്ഷേ നടന്നില്ല. ഹിയർ ഓൾസോ ഹർ കസിൻസ് ഡിസപ്പോയിന്റഡ് ഹർ. ഇവിടെയും അവളുടെ കസിൻസ് അവളെ നിരാശപ്പെടുത്തി. ടിയേഴ്സ് റാൻ ഡൗൺ ഹർ ചീക്സ്. അവളുടെ കവിളിലൂടെ എന്തൊഴുകി? കണ്ണുനീര് ഒഴുകി. അടുത്ത എന്താ? ദി പിക്നിക്. പിക്നിക് ആണ് അല്ലേ? എങ്ങനെയാണ്? വി ആർ ഗോയിങ് ഫോർ എ പിക്നിക് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ യമുന ദിസ് സാറ്റർഡേ. ഡൽഹിയാണ്, യമുന നദിയാണ്, യമുന നദി തീരത്താണ്. ഓക്കെ, വി ആർ ഗോയിങ് ഫോർ എ പിക്നിക് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ യമുന. ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നു? പിക്നിക്കിന് പോകുന്നു. എവിടെ? യമുന നദിയുടെ തീരത്ത്. ദിസ് സാറ്റർഡേ, ഈ ശനിയാഴ്ച പോകുന്നു. അനൗൺസ് രാധാസ് അങ്കിൾ ഇൻ ദ ഈവനിങ് വെൻ ഹി റിട്ടേൺ ഫ്രം ഓഫീസ്. അപ്പോൾ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അങ്കിൾ അനൗൺസ് ചെയ്തു, അങ്കിൾ പ്രഖ്യാപിച്ചു. എന്താ? നമ്മൾ ഈ വരുന്ന ശനിയാഴ്ച എല്ലാവരും കൂടി യമുന നദിയുടെ തീരത്ത് പിക്നിക്കിന് പോകുന്നു. ഹുറേ ഷൗട്ടഡ് രഞ്ജിത്ത് ആൻഡ് എ മാൻ, വി വിൽ കോൾ ഗൗരവ്. എന്താണ്? വളരെ സന്തോഷമായി. ഹുറേ എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ടുണ്ടാക്കുന്ന സൗണ്ടാണ്. അതിന് നമ്മൾ പറയുന്ന ഒരു എക്സ്ക്ലമേറ്ററി ആയിട്ടുള്ള എക്സ്ക്ലമേഷൻ വേർഡാണ് ഹുറേ എന്ന് പറയുന്നത്. ഷൗട്ടഡ് രഞ്ജിത്ത് ആൻഡ് എ മാൻ. ഹുറേ എന്ന് പറഞ്ഞാൽ ആരാ തുള്ളിച്ചാടിയത്? നമ്മുടെ രഞ്ജിത്തും എമാനും തുള്ളിച്ചാടിയിട്ട് എന്ത് പറയുന്നു? വി വിൽ കോൾ ഗൗരവ്. ഞങ്ങൾ ഗൗരവിനെയും കൂടെ വിളിക്കും. നേഹ ആൻഡ് സമീർ ഓൾസോ. മാത്രമോ, ഇനി നേഹയും സമീറിനെയും കൂടെ കൊണ്ടുപോകും ഞങ്ങൾ. വി വിൽ സ്വിം ആൻഡ് ഗോ ഫോർ ബോട്ടിംഗ്. ഓ, വാട്ട് ഫൺ വി വിൽ ഹാവ്. ഞങ്ങൾ അവിടെ നീന്തും, ബോട്ടിങ്ങിന് പോകും. ഓ, എത്ര സന്തോഷമായിരിക്കും ഞങ്ങൾക്കവിടെ. The boys were very excited. Radha too was excited and looked forward to the day of picnics. അപ്പോൾ ബോയ്സ് ഭയങ്കര സന്തോഷവാന്മാരായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാധയ്ക്കും സന്തോഷമായി. അവളും എന്ത് വെയിറ്റ് ചെയ്തു? ഈ നമ്മുടെ പിക്നിക് ഡേ ആരും വെയിറ്റ് ചെയ്തു? നമ്മുടെ രാധയും വെയിറ്റ് ചെയ്തു. ഓൺ സാറ്റർഡേ they started early in the morning and by noon they were at a beautiful secluded spot on the banks of the Yamuna. ഇനി ഓൺ സാറ്റർഡേ, ശനിയാഴ്ചയായി. they started early in the morning. അവർ രാവിലെ തന്നെ പുറപ്പെട്ടു. ആൻഡ് ബൈ നൂൺ, ഉച്ചയോടെ. they were at a beautiful secluded spot on the banks of the Yamuna. ഉച്ചയായപ്പോഴേക്കും അവർ വളരെ മനോഹരമായ ഒറ്റപ്പെട്ട ഒരു സ്ഥലം, എവിടെ? യമുന നദിയുടെ കരയിൽ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു സ്ഥലത്തേക്ക് അവർ എത്തി. This place was at the food hills of Shivalik and the blue water of the river was crystal clear. ഇനി ഇത് എവിടെയാണ് ഈ സ്ഥലം? This place was at the food hills of Shivalik. ഷിവാലിക് എന്ന് പറയുന്ന ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഷിവാലിക്കിന്റെ ഫൂട്ടിൽ, താഴ്വാരത്തിൽ ഉണ്ടായിരുന്ന ഒരു മനോഹരമായ സ്ഥലമായിരുന്നു ഇത്. ആൻഡ് ദ ബ്ലൂ വാട്ടർ ഓഫ് ദ റിവർ വാസ് ക്രിസ്റ്റൽ ക്ലിയർ. ഇനി ആ വെള്ളം, ആ റിവറിന്റെ കരയിലല്ലേ, അപ്പം അവിടുത്തെ റിവറിലെ വാട്ടർ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്, വളരെ തെളിഞ്ഞ വെള്ളം ആയിരുന്നു. The weather was pleasant and the cool breeze was blowing. വളരെ നല്ല പ്ലസന്റ് ആയിട്ടുള്ള, വളരെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു, അന്തരീക്ഷവുമായിരുന്നു. അതുപോലെ തന്നെ കൂൾ ബ്രീസ് വാസ് ബ്ലോയിങ്, വളരെ തണുത്ത കാറ്റും ഇവിടെ വീശുന്നുണ്ടായിരുന്നു. ആഫ്റ്റർ ലഞ്ച് ഉച്ചഭക്ഷണത്തിന് ശേഷം the grown-ups got busy with their card game and the children went out to explore the surrounding woods. ഉച്ചഭക്ഷണത്തിന് ശേഷം നമ്മുടെ വലിയ ആൾക്കാർ, അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യൂ? കാർഡ് കളിക്കില്ലേ, നമ്മൾ ചീട്ടെന്ന് പറയില്ലേ, ഇപ്പം ചീട്ട് കളിക്കാനൊക്കെ ആയിട്ട് മുതിർന്നവരങ്ങോട്ട് കൂടിയ സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? they went to explore the surrounding woods. അവർ തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് കയറി നടക്കാനായിട്ട് തുടങ്ങി. രാധ went with them for a while but soon felt out of place and separated from them. രാധ went with them for a while. കുറച്ച് സമയം രാധയും അവരുടെ കൂടെ നടന്നു. but soon felt out of place and separated from them. പക്ഷേ താമസിയാതെ തന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് അവൾ അങ്ങ് മാറി. she came back, took her book and settled down on a big rock near the water edge and started reading. രാധ എന്ത് ചെയ്തു? തിരിച്ചു വന്നു. took her book എടുത്തു and settled down on a big rock. ഒരു വലിയ പാറയുടെ താഴെ അവൾ അവിടെ ഇരുന്നു. നിയർ ദി വാട്ടർ എഡ്ജ്, അതാണ് നദിയുടെ കരയിൽ ഉള്ള ഒരു വലിയ പാറയുടെ താഴെ അവളിങ്ങനെ ഇരുന്നു. ആൻഡ് സ്റ്റാർട്ടഡ് റീഡിങ്, അവിടെ ഇരുന്ന് വായിക്കാനായിട്ട് തുടങ്ങി. സൂൺ ഷീ ഹേർഡ് സം വോയിസ് ആൻഡ് ലുക്ക്ഡ് അപ്പ്. പെട്ടെന്ന് അവൾ എന്തോ സൗണ്ട് കേട്ട് മുകളിലേക്ക് നോക്കി. ഷീ സോ രഞ്ജിത്ത്, അമാൻ ആൻഡ് ദെയർ ഫ്രണ്ട്സ് സമീർ, ഗൗരവ് ആൻഡ് നേഹ
കമ്മിങ് ഇൻ ഹർ ഡയറക്ഷൻ. അപ്പോൾ സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ആര് തിരിച്ചു വരികയാണ്? നമ്മുടെ രഞ്ജിത്തും അമാനും. കൂട്ടത്തിൽ ആരൊക്കെ? അവരുടെ ഫ്രണ്ട്സ് സമീർ, ഗൗരവ്, നേഹ, അവരൊക്കെ തിരിച്ചു വരുന്നു. ഹേ ലെറ്റ് us go into the water, it is cool and inviting, suggested രഞ്ജിത്ത്. അപ്പൊ എന്താ, വരൂ നമുക്ക് എങ്ങോട്ടേക്ക് പോകാം? പുഴയിലേക്ക് പോകാം, വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് എന്ന് ആര് പറഞ്ഞു? രഞ്ജിത്ത് പറഞ്ഞു. ഓ ഗുഡി, വാട്ട് ഫൺ, a man shouted. They wore their swimming costumes. Soon all of them were in the water, shouting and laughing and enjoying themselves. Radha watched them wistfully. ഓ ഗുഡി, വാട്ട് എ ഫൺ, എന്താ എന്ത് രസമുണ്ട് എന്ന് ആര് പറയുന്നു? a man shouted. അമ്മാൻ ഒച്ച വെച്ചു. They wore their swimming costumes. അവരെന്തിട്ടിരുന്നു? അവരുടെ സ്വിമ്മിങ്ങിന്റെ കോസ്റ്റ്യൂംസ് ഇട്ടിരുന്നു. Soon all of them were in the water. വൈകാതെ തന്നെ എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങി. ഷൗട്ടിങ് ആൻഡ് ലോഫിങ് ആൻഡ് എൻജോയിങ് ദംസെൽസ്. വെള്ളത്തിലിറങ്ങി ഭയങ്കര ബഹളവും ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. രാധ വാച്ച്ഡ് ദം വിസ്ഫുള്ളി. രാധ അവരെ നിരാശയോടുകൂടി നോക്കി ഇങ്ങനെ ഇരുന്നു. A little beyond where Ranjit, a man and their friends were playing in the water, the current was very swift. Radha saw a man very near to it. ഇനി ഇവർ നീന്തുന്ന സ്ഥലമുണ്ടല്ലോ, രഞ്ജിത്തും അമാനും കൂട്ടുകാരും ഒക്കെ, അവരൊക്കെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിന് കുറച്ച് ദൂരെയായിട്ട് എന്ത് കണ്ടു? വെള്ളത്തിന് ഭയങ്കരമായ ഒഴുക്കുണ്ടെന്ന് ആര് കണ്ടു? നമ്മുടെ രാധ കണ്ടു. രാധ സോ എ മാൻ വെരി നിയർ ടു ഇറ്റ്. അപ്പൊ ആരാണ് ആ സ്വിഫ്റ്റായിട്ട് ശക്തമായി വെള്ളം ഒഴുകുന്ന ആ ഭാഗത്തിന് അടുത്ത് ആര് നിൽപ്പുണ്ട്? എ മാൻ ഉണ്ട്. ആര് കണ്ടു? രാധ കണ്ടു. എ മാൻ ഡോണ്ട് ഗോ ബിയോണ്ട് ദാറ്റ് എ ബിഗ് ബോൾഡർ, ദ കറണ്ട് ഈസ് വെരി ഫാസ്റ്റ് ദെയർ, ഷീ വോണ്ട്. അപ്പൊ അവൾ അവിടെ നിന്നുകൊണ്ട് എന്ത് വിളിക്കുന്നു? എ മാൻ, ആ വലിയ പാറയുടെ അപ്പുറത്തേക്ക് നീ പോകാൻ പാടില്ല, അവിടെ എന്തുണ്ട്? ഒഴുക്ക് വളരെ ശക്തമാണ് എന്ന് അവള് മുന്നറിയിപ്പ് നൽകി. ആർക്ക്? അമാന്. ആരാണ് നൽകിയത്? നമ്മുടെ രാധ. Don't bother Radha, we all know swimming and can take care of ourselves, a man replied carelessly. അപ്പൊ അമാൻ ഒന്നും മൈൻഡ് ചെയ്തില്ല. എന്താ പറയുന്നേ? നീ ഒന്നും ശ്രദ്ധിക്കണ്ട, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം നീന്തൽ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കാര്യം നോക്കാം, ഞങ്ങൾക്കറിയാം എന്നുള്ള രീതിയിൽ ആര് സംസാരിച്ചു? അമാൻ സംസാരിച്ചു. രാധ felt sad and went back to her book. രാധയ്ക്ക് വിഷമമായിട്ട് അവൾ വീണ്ടും ബുക്കിലേക്ക് മുഴുകി, പുസ്തകം വായിക്കാനായിട്ട് തുടങ്ങി. അടുത്തത് ദി ഡേഞ്ചർ. ഡേഞ്ചർ എന്താ? അപകടം, അപായം. A man, come back, you fool! Radha heard the shouts. She quickly looked up and found a man caught in the current and being carried away rapidly towards the middle of the river. All the others were shouting, but no one dared to jump into the current. Radha quickly took off her shoes and jumped into the water. ഇനി എന്താ അപകടം സംഭവിച്ചെന്ന് നോക്കിയേ. A man, come back, you fool! Radha heard the shouts. ഇനി രാധ എന്തോ വിളികൾ, ഉറക്കെയുള്ള അലറലും വിളിയൊക്കെ കേൾക്കും. എന്താണ്? A man, നീ തിരിച്ചു വരൂ, നീ തിരിച്ചു വരൂ എന്നും പറഞ്ഞ് കിടന്ന് വിളിച്ചു കൂവുന്ന സൗണ്ടാണ് ആര് കേൾക്കുന്നത്? രാധ കേൾക്കുന്നത്. She quickly looked up and found a man caught in the current and being carried away rapidly towards the middle of the river. എന്താ സംഭവം? നമ്മുടെ അമാൻ എന്തിൽ പെട്ടു? ഒഴുക്കിൽപ്പെട്ട് പുഴയുടെ മധ്യത്തേക്ക് ഇങ്ങനെ നീങ്ങി പൊയ്ക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ആര് കണ്ടു? നമ്മുടെ രാധ കണ്ടു. All the others were shouting. എല്ലാവരും അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. But no one dared to jump into the current. പക്ഷെ ആർക്കും ആ ശക്തമായി ഒഴുകുന്ന വെള്ളത്തിലേക്ക് എടുത്ത് ചാടാനായിട്ട് ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. രാധ ക്വിക്ലി took off her shoes and jumped into the water. രാധ പെട്ടെന്ന് ഷൂസൊക്കെ ഊരി വെച്ചിട്ട് എങ്ങോട്ടേക്ക് എടുത്തു ചാടി? വെള്ളത്തിലേക്ക് എടുത്തു ചാടി. When she suffers, she saw a man trying hard to swim against the current. എന്താണ് അവള് വെള്ളത്തിന്റെ മുകളിൽ എന്ത് കണ്ടു? നമ്മുടെ അമാൻ എങ്ങോട്ട് നീന്താൻ ശ്രമിക്കുന്നു? ഒഴുക്കിന് എതിരെ. ഇങ്ങോട്ടാണ് ഒഴുക്കെങ്കിൽ തിരിച്ച് നീന്താനായിട്ട് ശ്രമിക്കുന്നു. അത് നടക്കാത്ത ഒരു കാര്യമാണ്. ശരിക്കും നന്നായിട്ട് അറിയെങ്കിലേ അങ്ങനെ നീന്താൻ പറ്റും. ബട്ട് ദ കറണ്ട് വാസ് ടു സ്വിഫ്റ്റ്. പക്ഷേ ആ കറണ്ട്, അതായത് ആ ഒഴുക്കിന് ഭയങ്കരമായ ശക്തി ഉണ്ടായിരുന്നു. ഫോർ ഹിം ആൻഡ് ഹീ വാസ് ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സ്വിം അഗൈൻസ്റ്റ് ഇറ്റ്. അതിൻ്റെ ശക്തി കൊണ്ട് അവന് അതിനെതിരെ നീന്താനായിട്ട് അവന് പറ്റുന്നില്ല. രാധ ഡിഡിൻ ഫൈൻഡ് സ്വിമ്മിങ് അഗൈൻസ്റ്റ് ദ കറണ്ട് ഡിഫിക്കൽട്ട്. പക്ഷെ രാധയ്ക്ക് ഒഴുക്കിനെതിരെ നീന്തുന്നത് അത്ര പാടായിട്ട് തോന്നിയില്ല. ആസ് ഷീ വാസ് യൂസ്ഡ് ടു സ്വിമ്മിങ് ഇൻ ദ സ്വിഫ്റ്റ് സ്ട്രീം ഇൻ ദ ഹിൽസ്.
കുന്നിൻ്റെയൊക്കെ മുകളിൽ നിന്ന് ശക്തമായിട്ട് ഇങ്ങോട്ട് ഒഴുകി വരുന്ന വെള്ളം നമ്മൾ ഇങ്ങോട്ട് വളരെ ഫാസ്റ്റായിട്ടല്ലേ ഒഴുകുന്നത്. അപ്പം അതിൽ തിരിച്ച് നീന്തി ആർക്ക് നല്ല പ്രാക്ടീസ് ഉണ്ട് രാധയ്ക്ക്, ഇങ്ങോട്ട് ഭയങ്കരമായി ഒഴുക്കിയാണ് വരുന്നത്, അതിലൂടെ തിരിച്ച് നീന്തി രാധയ്ക്ക് ശീലമുള്ളത് കൊണ്ട് അവൾക്ക് ഇതത്ര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയില്ല. സൂൺ രാധ caught up with a man. He was shocked and thoroughly exhausted. സൂൺ രാധ caught up with a man. പെട്ടെന്ന് തന്നെ രാധ ആരെ പിടിച്ചു കയറ്റി? നമ്മുടെ അമാനെ അങ്ങ് പിടിച്ചു. ഹി വാസ് ഷോക്ഡ്. അവൻ ഭയങ്കര ഷോക്കായി പോയി അല്ലെ, പേടിക്കില്ലേ? മൊത്തത്തിൽ അവൻ ആകെ അങ്ങ് ക്ഷീണിതനായി പോയി. ആര്? നമ്മുടെ അമാൻ അല്ലേ. ഭയങ്കര നീന്തൽ അറിയാം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയതാണ്. ഇത് ഒരു സൂചനയാണ്. ഒരുപാട് കുട്ടികൾ ഒഴുക്കിൽ പെട്ട് മരിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന, പത്രത്തിലും ടി വിയിലും സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു വാർത്തയാണ്. എന്താണ് അവരുടെ പ്രശ്നം? ഓവർ കോൺഫിഡൻസ് ആണ്. എനിക്ക് നീന്തൽ അറിയാം, അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാം എന്നൊരു മട്ടാണ് നമ്മുടെ കുട്ടികൾക്ക്. എന്ത് ചെയ്യും? നീന്തൽ അറിയാമെന്നും പറഞ്ഞ് വെള്ളത്തിലെടുത്ത് ചാടും. പക്ഷേ നിങ്ങൾ പഠിച്ച നീന്തൽ പൂളിലുള്ള നീന്തലാണ്, ഒഴുക്കും ഒന്നുമില്ല, അടിയിൽ അപകടങ്ങളൊന്നും പതിയിരിക്കുന്നില്ല, അങ്ങനത്തെ പൂളിലായിരിക്കും പഠിച്ചത്. അത് വെച്ചുകൊണ്ട് നമ്മൾ കാടിനെയും പുഴയെയും ഒക്കെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നത് അപകടത്തിൽ തന്നെ കലാശിക്കും. കാര്യം എന്താ? അടിയിലൊരു ഒഴുക്കോ ഒരു ചുഴിയോ ഒന്നും നിങ്ങളുടെ പൂളിലില്ല. അതൊന്നും നിങ്ങൾ ഈ പോയി നീന്താൻ പോകുന്ന സ്ഥലം നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത, അതിൽ ആ പുഴയിൽ എന്തൊക്കെ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ പൂളിൽ ചെയ്തു എന്ന് കരുതി ചാടി ഏതെങ്കിലും ഒരു ജലാശയത്തിൽ ചാടരുത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആഴമുണ്ടാകും, ചെളി ഉണ്ടാകും, ഒഴുക്കുണ്ടാകും, അങ്ങനെ പലതരത്തിലുള്ള അപകടങ്ങൾ അവിടെയൊക്കെ ഉണ്ടാകും. പാറയൊക്കെ നിറഞ്ഞതായിരിക്കും. എടുത്ത് ചാടുമ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കണം. എപ്പോഴാണെങ്കിലും നമ്മൾ നമ്മളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയവനാണ് എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു പ്രഹസനവും പാടില്ല. നമ്മൾക്ക് ഏറ്റവും വലുത് നമ്മൾ തന്നെ ആയിരിക്കണം. നമ്മുടെ ജീവന് വളരെ വിലയുണ്ട്. കാര്യം എന്താ? നമ്മളെ സ്നേഹിക്കുന്ന കുറേ പേരില്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അവരെത്രത്തോളം വിഷമിക്കുമെന്ന് ചിന്തിക്കണം. അത് നിങ്ങൾക്ക് ഈ തരുന്നത് ഒരു വലിയ പാഠമാണ് കേട്ടോ. അടുത്തത് എന്താണ്? ഹെൽപ്പിംഗ് ഹാൻഡ് ആണല്ലേ. ഇനി എന്താ? സഹായഹസ്തം. ആരുടേതായിരിക്കും? നോക്കാം. നമ്മുടെ രാധയുടെയാണ്. ഡോണ്ട് പാനിക് എ മാൻ, ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു, രാധ സെഡ് സൂതിങ്ലി. അപ്പൊ എന്താ രാധ അമ്മാനോട് പറഞ്ഞു? നീ പേടിക്കണ്ട, നീ വെപ്രാളം പിടിക്കണ്ട, പേടിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. Just hold my waist with one hand and try to paddle slowly with your feet. I will carry you with me. അപ്പൊ എന്താ കുട്ടി പറയുന്നത്? നീ എന്ത് ചെയ്യണം? Just hold my waist. എന്ത് ചെയ്യാ? എൻ്റെ അരയിൽ നീ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് നീ എന്ത് ചെയ്യണം? And try to paddle slowly with your feet. നിന്റെ കാലുകൾ കൊണ്ട് നീ ഒന്ന് നീന്താനായിട്ട്, കാലുകളിട്ട് അടിക്കാനായിട്ട്, നീ ഒന്ന് തുഴയാനായിട്ട് നീ ഒന്ന് ശ്രമിക്കണം. ഞാൻ നിന്നെ എന്ത് ചെയ്യാം? ഐ വിൽ ക്യാരി യു വിത്ത് മീ. ഞാൻ നിന്നെ എൻ്റെ കൂടെ നീന്തി ഞാനങ്ങ് കൊണ്ടുപോവാം. അമാൻ ഡിഡ് എക്സാക്ട്ലി വാട്ട് ഷീ വാസ് ടോൾഡ്. അവൾ പറഞ്ഞതുപോലെ തന്നെ അമാൻ ചെയ്തു. രാധ സ്റ്റാർട്ടഡ് സ്വിമ്മിങ് ബാക്ക് സ്ലോലി. രാധ പതുക്കെ തിരിച്ച് നീന്താനായിട്ട് തുടങ്ങി. നൗ വിത്ത് അമാൻസ് വെയിറ്റ് ഇറ്റ് വാസ് ടഫ് ഫോർ ഹർ ടു സ്വിം അഗൈൻസ്റ്റ് ദി കറന്റ്. ഇപ്പം ആരുടെ വെയിറ്റും കൂടെ ഉണ്ട്? അമാൻ്റെ വെയിറ്റും കൂടി ഉണ്ട്. അതും കൂടെ കൊണ്ട് ആ ഒഴുക്കിനെതിരെ നീന്തിപ്പോകാൻ കുറച്ച് ഡിഫിക്കൽട്ടായി. ഷീ യൂസ്ഡ് ഓൾ ഹർ സ്ട്രെങ്ത് ആൻഡ് ഇൻച്ച്ഡ് ബാക്ക് ടുവേർഡ്സ് ദ റിവർ ബാങ്ക്. അവൾ അവളുടെ എല്ലാ ശക്തിയും എടുത്തുകൊണ്ട് പുഴയോരത്തേക്ക് കുറേശ്ശെ നീന്തി നീന്തി അടുത്തുകൊണ്ടേയിരുന്നു. By the time she reached there, a big crowd had gathered. Half a dozen hands caught hold of her. Someone said, "Let go of a man, we are here." ഇനി എന്താണ്? By the time she reached there, അവൾ ഇവനുമായി നീന്തി അവിടെ എത്തിയപ്പോൾ a big crowd had gathered. അവിടെ ഒരു വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. Half a dozen hands caught hold of her. ഒരു 5-6 പേര് അവളെ പിടിച്ച് കയറ്റി. Someone said, ഒരാൾ എന്ത് പറഞ്ഞു? Let go of a man, we are here. എന്താണ്? a man, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. Then someone scooped her out of water and laid her down slowly on the sand. ഇനി എന്താ? അതിലാരോ ഒരാൾ അവളെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്ത് എങ്ങോട്ടേക്ക് കിടത്തി? ആ മണലിലേക്ക് കിടത്തി. She was panting. അവൾ എന്ത് ചെയ്യുന്നുണ്ട്? കിതയ്ക്കുന്നുണ്ടായിരുന്നു. And her throat was dry. അവളുടെ തൊണ്ട വരണ്ടു. She shivered uncontrollably. അവൾ ഭയങ്കരമായി വിറയ്ക്കാനായിട്ട് തുടങ്ങി. Someone brought a blanket and wrapped it around her. She closed her eyes. അവൾ കിടുങ്ങുകയാണ്, വിറയ്ക്കുകയാണ്. അപ്പോൾ ആരോ പോയിട്ട് ഒരു കമ്പിളി എടുത്തുകൊണ്ട് വന്ന് അവളെ അങ്ങ് പുതച്ചു. അപ്പോഴേക്കും അവൾ എന്ത് ചെയ്തു? കണ്ണുകൾ അടച്ചു. Drink this. She heard her own voice and opened her eyes.
ഇത് കുടിക്കൂ എന്നും പറഞ്ഞ് ആൻറ്റി വന്ന് വിളിക്കുന്നു. അപ്പോഴാണ് അവൾ കണ്ണുകൾ തുറക്കുന്നത്. ഹർ ഓൺ വാസ് ഹോൾഡിങ് എ ഹോട്ട് മഗ് ഓഫ് സ്ട്രീമിങ് കോഫി. എന്താണ്, അവളുടെ ആൻറ്റി എന്തുകൊണ്ടുവന്ന് ഒരു കപ്പ് ചൂടുള്ള കാപ്പി കൊണ്ടുവന്ന് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ദിസ് വിൽ ഗീവ് യു സ്ട്രെങ്ത്. ഇത് നിനക്ക് എന്ത് തരും? ശക്തി തരുമെന്ന് പറയുന്നു. രാധ ഡ്രാങ്ക് 2 mugs of coffee and felt quite relieved. അവൾ 2 കപ്പ് കാപ്പി കുടിച്ചു. അതിനുശേഷം അവൾക്ക് കുറച്ച് ആശ്വാസമായി. Hey champ, you are great. She looked up. എന്താണ്, ആരോ വിളിച്ച് പറയാ, എന്താണ്, ഏയ് കുട്ടി നീ ഭയങ്കര ഗ്രേറ്റ് ആണ് കേട്ടോ എന്ന് പറയുന്നു. ഷീ ലുക്ക്ഡ് അപ്പ്. അവൾ കണ്ണ് മുകളിലേക്ക് നോക്കി. ആരെ കണ്ടേ? ആൻഡ് സോ രഞ്ജിത്ത് ലുക്കിംഗ് ഹെർ ഷീപ്പിഷ്ലി. വാട്ട് എ സ്വിമ്മർ യു ആർ, യു സ്വിം ലൈക്ക് എ ഫിഷ്. എന്താണ്, ആരാണ് അവിടെ നിന്നുകൊണ്ട് അവളെ വിളിച്ചത്? നമ്മുടെ രഞ്ജിത്താണ് അവളെ അവിടെ നിന്നോട്ട് വിളിച്ചത്. എന്നിട്ട് എന്താ പറയുന്നത്? നീ ഒരു ഭയങ്കര നീന്തൽക്കാരിയാണല്ലോ, നീ എന്തിനെ പോലെ നീന്തി? നീ മീനിനെ പോലെയാണ് നീന്തിയതെന്ന് പറയുന്നു. ബട്ട് ഐ ഡോണ്ട് നോ എനി സ്റ്റൈൽ, രാധ റിപ്ലൈഡ് വിത്ത് എ ടിങ് ഓഫ് ബിറ്റർനെസ്. പക്ഷെ അവൾ എന്താ പറയുന്നത്? എനിക്കൊരു സ്റ്റൈലും അറിയില്ല എന്ന് പരിഹാസ ചുവയോടെ അവൾ പറഞ്ഞു. അവളെ നേരത്തെ കളിയാക്കിയില്ലേ, നിനക്ക് സ്റ്റൈലൊന്നും അറിയില്ലെന്നും പറഞ്ഞു. ഓ പ്ലീസ് ഫോർഗീവ് us രാധ. അപ്പോൾ രാധയോട് എന്താ പറഞ്ഞു? ഞങ്ങളോട് നീ ക്ഷമിക്കണം. വി ഈറ്റ് യുവർ വേർഡ്സ്. ഞങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങ് തിരിച്ചെടുത്തു. ബട്ട് ഐ വിൽ ലവ് ടു ലേൺ യുവർ സ്റ്റൈൽ. ഞാൻ എന്ത് ചെയ്യും? നിന്റെ സ്റ്റൈലിൽ നീന്തൽ പഠിക്കും. യു ആർ വെരി ഓൺ സ്റ്റൈൽ രാധ. നിന്റെ സ്റ്റൈൽ എങ്ങനെയാണ്? നിൻ്റെത് മാത്രമാണ്, ഇതുപോലെ നീന്താൻ വേറെ ആർക്കും അറിയില്ല. സെഡ് രഞ്ജിത്ത് ആൻഡ് ഹെൽഡ് ഔട്ട് ഹിസ് ഹാൻഡ് ടു ഹെർ. എന്നിട്ട് എന്ത് ചെയ്തു? അവളുടെ നേർക്ക് കൈനീട്ടി. രാധാസ് ഫേസ് ഗ്ലോഡ് വിത്ത് ഹാപ്പിനെസ്. അപ്പോൾ രാധയുടെ മുഖം വളരെ സന്തോഷമായിട്ട് തിളങ്ങി. അപ്പോൾ നമ്മളുടെ ഈ ഒരു വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നന്നായിട്ട് ഇത് വായിക്കുക. ഇതിനകത്ത് കുറേയേറെ എന്തുണ്ട്, നിങ്ങൾക്ക് കുറേ ഗുണപാഠങ്ങളുണ്ട്. ആരെയും പരിഹസിക്കരുത്. മറ്റൊരാൾക്ക് ഒരു കഴിവുമില്ല, ഞങ്ങളാണ് എല്ലാ കഴിവും തിരഞ്ഞ ആൾക്കാർ എന്നുള്ള ചിന്ത ആദ്യമേ കളയണം. ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതിലൊരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഓക്കെ, അത് ഈശ്വരൻ തന്നതിന് ഈശ്വരനോട് നന്ദി പറയുക. എന്നും വിനയത്തോടു കൂടി ഇരിക്കുക. ഭവ്യതയും വിനയവുമാണ് ഏറ്റവും പ്രധാനം. നമ്മൾക്ക് കുറേ കഴിവുകളുണ്ട്, നമ്മൾ ഉയരത്തിലേക്ക് എത്തുന്ന ആളാണെങ്കിൽ അത്രയും ഉയരത്തിലേക്ക് നമ്മൾ നിൽക്കുമ്പോഴും നമ്മൾ താഴേക്ക് തന്നെ നോക്കുക. ഓക്കെ, നമ്മുടെ താഴെയുള്ള ആൾക്കാരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കാണുക. ഉയരത്തിലേക്ക് പോകും തോറും മുകളിലേക്ക് നോക്കി മാത്രം പോകരുത്, താഴേക്ക് നോക്കണം. വന്ന വഴി നമ്മൾ ഓർക്കണം. എപ്പോഴും ഭവ്യതയോടുകൂടി ഇരിക്കുക, ഈശ്വരനെ വിളിക്കുക, ഈശ്വരഭക്തിയോടുകൂടി തന്നെ ജീവിക്കുക. അങ്ങനെ വിനയത്തോടുകൂടി ജീവിക്കുന്നവർക്ക് മാത്രമേ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കൂ. സഹജീവികൾക്ക് എപ്പോഴും ഒരു സഹായ ഹസ്തം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഓക്കെ, നമ്മൾ പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണവും അതുതന്നെയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം ടോളറൻസ് ആണ്, എല്ലാം സഹിഷ്ണുതയാണ്. എല്ലാം സഹിക്കാനും എല്ലാം പൊറുക്കാനും നമ്മൾ പഠിക്കണം. അതുപോലെ മറ്റുള്ളവരെ എല്ലാം നല്ല രീതിയിൽ കാണാൻ ശ്രമിക്കുക. ആരോടും ഒരു പുച്ഛമോ പരിഹാസമോ ഒന്നും ജീവിതത്തിൽ പാടില്ല. പിന്നെ എല്ലാം അറിയാം എന്ന് കരുതി എടുത്ത് ചാടരുത്, അത് അബദ്ധമായി പോവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ തന്നിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വായിച്ച് നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചതിന് ശേഷം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഡിപ്ലോമാൻ്റെ നോട്ട്സ് ആയിരിക്കും അടുത്ത വീഡിയോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഇത് പഠിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് ശ്രമിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും നന്നായി പഠിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.